ഹൂ എന്ന് പറയുന്ന വേർഡ് സെന്റൻസിന്റെ ഉള്ളിൽ വരുമ്പോൾ ഇതിന് പല അർത്ഥങ്ങളുണ്ട്. ഇതാ കണ്ടോളി. ഒന്നാമത്തെ ന, ഛ, യ, ല, ഠ, ഡ, ഥ, ഞ, ഠ. ഇതൊക്കെ ഹൂ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥങ്ങളാണ്. സാറിന് ശരിക്കും വട്ടായിട്ടോ. എനിക്ക് വട്ടായിട്ടില്ല മക്കളെ. വർഷങ്ങളായിട്ട് നിങ്ങളെ കൊണ്ട് ഈ ഹൂ എന്ന് പറയുന്ന വേർഡ് ഞാ ഠ ഠ ഛ എന്ന് വർപ്പിക്കണ്ടല്ലോ. അതിൻ്റെ കാരണം ഈ വേർഡിന് ഈ അർത്ഥങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ്. ഇതാ കണ്ടോളി. ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കാം. ഓക്കെ ഉള്ളോ? തുടങ്ങാം. ഇതാ നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് ഐ നോ. എന്താർത്ഥം? എനിക്കറിയാം അല്ലേ? എനിക്ക് അറിയാം. എന്തറിയാം? എ മേൻ. എനിക്കൊരു വ്യക്തിയെ അറിയാം, അല്ലെങ്കിൽ എനിക്കൊരു മനുഷ്യനെ അറിയാം. ഹൂ ആയിട്ടില്ല. ഹൂവിൻ്റെ അർത്ഥം വെക്കാൻ ആയിട്ടില്ല. ഹൂ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന വെർബ് ഉണ്ടല്ലോ, അവിടെയാണ് കളികൾ. ഇതാ കണ്ടോളി. നമുക്കറിയാം സ്പീക്സ് എസ് വന്നല്ലോ. എസ് വന്നാൽ നൂ. കംസ് വരുന്നു, റൈറ്റ്സ് എഴുതുന്നു, ഗോസ് പോകുന്നു, സ്പീക്സ് സംസാരിക്കുന്നു ആണല്ലോ. സ്പീക്സ് സംസാരിക്കുന്നു. ഇനി ഈ സ്പീക്സിന്റെ കൂടെ നമുക്കറിയാം ഹൂ വന്നു. അപ്പോൾ ഹൂ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ? ലാസ്റ്റ് സംസാരിക്കുന്നു ആ നൂ ഉണ്ടല്ലോ, അത് ന ആക്കി കൊടുക്കണം. പറയാം. ഞാൻ കണ്ടുള്ളി പറയാം സംസാരിക്കുന്നു ആണല്ലോ. അപ്പോൾ ഹൂ ചേർക്കുമ്പോൾ ന എന്തായി? സംസാരിക്കുന്ന എന്നായി. സംസാരിക്കുന്ന എന്ത്? ഫ്രഞ്ച്. അപ്പോൾ ഓക്കെ. എന്ത്? ഫ്രഞ്ച് സംസാരിക്കുന്ന എന്താണ്? ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം. എടാ, ആർക്കെങ്കിലും ഫ്രഞ്ച് സംസാരിക്കുന്ന വ്യക്തിയെ അറിയോ? I know a man who speaks French. ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം. കണ്ടോ? എന്താണ് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന എന്നർത്ഥം. ന. സംശയം? കുഴപ്പമില്ല. രണ്ടാമത്തെ സെന്റൻസിലേക്ക് കിടക്കുക. അതാ കണ്ടോളി. ഷീ ഹാസ്. അവൾക്കുണ്ട്. എന്താണ്? അവൾക്കുണ്ട് എന്ത്? എ ഫ്രണ്ട്. അവൾക്കൊരു സുഹൃത്തുണ്ട്. ഹൂ ആയിട്ടില്ല. ഹൂ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന വെർബ് നോക്കാം. ലീവ്സ്. ഇവിടെയും എസ് വന്നു അല്ലേ? നൂ. ലീവ്സ് താമസിക്കുന്നു. എന്താണ്? താമസിക്കുന്നു. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് വന്നു? ഹൂ വന്നു. അപ്പൊ ഹൂ വന്നത് കൊണ്ട് ആ നൂ എന്നുള്ളത് ന ആക്കി കൊടുക്കണം. അപ്പൊ എന്തായി? താമസിക്കുന്ന. എന്താണ്? താമസിക്കുന്ന. എവിടെ? കണ്ടുള്ളി. ഇൻ ഡൽഹിയിൽ. അപ്പൊ എന്തായി? ഓഹോ, ഡൽഹിയിൽ താമസിക്കുന്ന ഒരു സുഹൃത്ത് അവൾക്കുണ്ട് എന്നായി. എടാ, ഡൽഹിയിൽ താമസിക്കുന്ന സുഹൃത്ത് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഷീ ഹാസ് എ ഫ്രണ്ട് ഹൂ ലീവ്സ് ഇൻ ഡൽഹിയിൽ താമസിക്കുന്ന ഒരു ഫ്രണ്ട് അവൾക്കുണ്ട് എന്നായി. അപ്പൊ ഇവിടെയും ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാന്നാണ്. പറഞ്ഞു വരുന്നത് ഹൂ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന വെർബ് തീരുമാനിക്കും ഹൂവിന്റെ അർത്ഥം എന്താന്നുള്ളത്. കണ്ടോളി. മൂന്നാമത്തെ കണ്ടോളി. അപ്പൊ നാന്നു. ഓക്കെ. ഇനിയാണ് ദിസ് ഈസ്. ഇത് ആണ് അല്ലെ? ഇതാണ്. ഇത് ഈസ് ആണ്. ഇതാണ് ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാണ്. എന്തായി? ഡോക്ടർ. ഇതാണ് ആ ഡോക്ടർ. ഹൂ ആയിട്ടില്ല. ഹൂവിന് ശേഷം വരുന്ന വെർബ് തീരുമാനിക്കും ഹൂവിന്റെ അർത്ഥം എന്താ. കണ്ടോളി. ട്രീറ്റഡ്. നമുക്കറിയാം ട്രീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ആണല്ലോ. എന്താണ്? ചികിത്സിച്ചു. ഓക്കെ ആണല്ലോ. എന്താണ്? ചികിത്സിച്ചു. ഇനി ഈ ഹൂ കൂടെ വരുമ്പോ എന്തായിരുന്നോ? ആ ചൂ ഉണ്ടല്ലോ, ചൂ എന്നുള്ളത് എന്താക്കണം? ചാന്നാക്കണം. അപ്പൊ എന്തായി? ചികിത്സിച്ച. ആരെ? മീ, എന്നെ. അപ്പൊ ഓക്കെ. എന്ത്? എന്നെ ചികിത്സിച്ച ആ ഡോക്ടർ ഇതാണ് എന്നായി. എന്താണ്? എന്നെ ചികിത്സിച്ച ആ ഡോക്ടർ ഇതാണ്. ഇപ്പൊ ഓർമ്മയുണ്ടോ? അപ്പൊ എന്താണ് ഇവിടെ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛ എന്നർത്ഥം. ഛ അല്ലേ? എത്ര കാലം ഞാൻ വരപ്പിച്ച് നമ്മളെ കൊണ്ടല്ലേ ഇങ്ങനൊക്കെ അർത്ഥം ഉണ്ടായിരുന്നില്ലേ? ഹൂ ഇപ്പോഴാണ് മനസ്സിലായത്. അടുത്ത കണ്ടോ. ഇതാ ഷീ, അവൾ, ഈസ് ആണ്. അപ്പൊ എന്തായി? ഷീ ഈസ് അവളാണ്. വുമൺ, സ്ത്രീ. അപ്പൊ എന്തായി? ഷീ ഈസ് ദ വുമൺ. അവളാണ് ആ സ്ത്രീ. ഹൂ ആയിട്ടില്ല. ഹൂവിന് ശേഷം വരുന്ന വെർബ് തീരുമാനിക്കും ഹൂവിന്റെ അർത്ഥം എന്താ. കണ്ടോളി.
കോൾഡ്. നമുക്കറിയാം കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു ആണല്ലോ, സംശയമുണ്ടോ? വിളിച്ചു. അപ്പൊ ഹു വരുമ്പോ എന്താക്കണം പറയാ, ആ ചൂ എന്നുള്ളത് ചാന്നാക്കണം എന്നാണ്. ചാ അപ്പൊ എന്തായി? വിളിച്ചാന്നായി. ആരെ? യു, നിന്നെ. അപ്പൊ നിന്നെ വിളിച്ച ആ സ്ത്രീ അവളാണ് എന്നായി. എന്താണ്? നിന്നെ വിളിച്ച അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച ആ സ്ത്രീ അവളാണ് എന്നായി. ഓക്കെ ആണല്ലോ? അത് ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് യാലേക്ക് കടക്കാം. ഒരുപാട് അർത്ഥമുണ്ട്. ഇതാ കണ്ടോളി. ഇതാ എവിടെ പോലെ ശ്രദ്ധിച്ച് കേൾക്കട്ടോ. ഓരോ കാര്യങ്ങൾ പറയുന്ന ഓരോ കാര്യവും നല്ല ശ്രദ്ധയോടെ കേൾക്കുക. അതാ കണ്ടോളി. ഇത് കഴിഞ്ഞു. ഇനി അടുത്താണ് ദാ. ഷീ ഈസ്, അവളാണ് അല്ലെങ്കിൽ അവളാകുന്നു. ദ നേഴ്സ്, നേഴ്സിന്. അപ്പൊ എന്താ? ഷീ ഈസ് ദ നേഴ്സ്, അവളാണ് ആ നേഴ്സ്. അവളാണ് ആ നേഴ്സ്. ഹു ആയിട്ടില്ല. ഹൂന് ശേഷം വരുന്ന വെർബ് തീരുമാനിക്കും. ഇവിടെ കണ്ടോളി, കെയർഡ് ഫോർ. ഇതിങ്ങനെ ഒരുമിച്ചാട്ടോ, കെയർ ഫോർ എന്ന് പറയാം. കെയർ ഫോർ. അപ്പോൾ കെയർഡ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചരിച്ചു എന്നാണ്. എന്താണ്? പരിചരിച്ചു. അപ്പൊ ഹു കൂടെ വരുമ്പോ എന്താക്കണം? ഞാൻ പറഞ്ഞു, ആ ചൂ എന്നുള്ളത് ചാ എന്ന് പറയണം. ചാ. അപ്പൊ എന്തായി? പരിചരിച്ച എന്നായി അല്ലെ? പരിചരിച്ച ആരെ? മൈ മദർ, എൻ്റെ അമ്മയെ. അപ്പൊ ഓക്കെ, എന്താണ്? എൻ്റെ അമ്മയെ പരിചരിച്ച ആ നേഴ്സ് ഇവളാണ് എന്നായി അല്ലേ? നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, എക്സ്ക്യൂസ് മീ, ഷീ ഈസ് ദ നേഴ്സ് ഹു കെയർഡ് ഫോർ മൈ മദർ. എന്താണ്? എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ പരിചരിച്ച ആ നേഴ്സ് ഇവളാണ് എന്നായി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ച എന്ന അർത്ഥം. ഇതാ ഇനി അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹൂന് ശേഷം വരുന്ന വെർബ് തീരുമാനിക്കും ഹൂവിന്റെ അർത്ഥം എന്താന്നുള്ളത്. ഇനി അടുത്ത് ഇതാ കണ്ടോളി. ഐ, ഞാൻ, മെറ്റ്, കണ്ടു അല്ലെ? കണ്ടുമുട്ടി. അപ്പൊ ഐ മെറ്റ്, ഞാൻ കണ്ടുമുട്ടി അല്ലെങ്കിൽ ഞാൻ കണ്ടു. ആരെന്നറിയോ? എ ടീച്ചർ. ഞാൻ ഒരു ടീച്ചറെ കണ്ടുമുട്ടി അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറെ കണ്ടു. ഹു ആയിട്ടില്ല. ഹൂന് ശേഷം വരുന്ന വെർബ് തീരുമാനിക്കും. കണ്ടോളി. ഇൻസ്പയർഡ്. ഇൻസ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രചോദിപ്പിച്ചു എന്നാണ്. ആണല്ലോ? അല്ലേ? പ്രചോദിപ്പിച്ചു. അപ്പൊ ഹു കൂടെ വരുമ്പോ എന്തായിന്നറിയോ? ആ ചു എന്നുള്ളത് ചാന്നാക്കി കൊടുക്കുക. അപ്പൊ എന്തായി? പ്രചോദിപ്പിച്ചാന്നായി. ആരെ? എന്നെ. അപ്പൊ ഓക്കെ, എന്നെ പ്രചോദിപ്പിച്ച ഒരു ടീച്ചറെ ഞാൻ കണ്ടു എന്നായി. എന്താണ്? എന്നെ പ്രചോദിപ്പിച്ച ഒരു ടീച്ചറെ ഞാൻ കണ്ടു. ഐ മെറ്റ് എ ടീച്ചർ ഹു ഇൻസ്പയർഡ് മീ. അപ്പൊ ഇവിടെ ഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ച എന്നർത്ഥം. അത് ഓക്കെ ആണല്ലോ? അത് ഓക്കെ ആണ്. ച ഇവിടെയും എന്താണ്? ച എന്നർത്ഥം. ഇപ്പോഴും സംശയം ഉണ്ടല്ലേ ചെറുതായിട്ട്? ഒരു കുഴപ്പമില്ല. അടുത്ത നോക്കി. ഇതാ ഹീ ഈസ്, അവനാണ്. എന്താണ്? അവനാണ് അല്ലെങ്കിൽ അവനാകുന്നു. എന്ത്? ദ ആ പ്ലെയർ, കളിക്കാരൻ. അതായത് അവനാണ് ആ കളിക്കാരൻ. അവനാണ് ആ കളിക്കാരൻ. ഏത്? കണ്ടോളി. ഹു ആയിട്ടില്ല. ഹൂന് ശേഷം വരട്ടെ. പോട്ടെ. സ്കോഡ് എന്ന് പറഞ്ഞാൽ സ്കോഡ് എന്ന് പറഞ്ഞാൽ നേടി എന്നാണ് അല്ലെ? നേടി. എന്താണ്? നേടി. അപ്പൊ ആ ചേർത്ത് കൊടുക്കുക അല്ലെ? ഹു എന്ന് പറഞ്ഞാൽ നേടിയ എന്നായി. എന്താണ്? നേടിയ. എന്ത്? ദ ഗോൾ. അപ്പൊ എന്തായി? ഗോൾ നേടിയ അല്ലേ? എന്താണ്? ഗോൾ നേടിയ. അപ്പൊ ഗോൾ നേടിയ ആ കളിക്കാരൻ അവനാണ് എന്നായി. ഗോൾ നേടിയ ആ കളിക്കാരുണ്ടല്ലോ, അത് ഇവനാണത്. ഗോൾ നേടിയില്ലേ? 3 ഗോൾ നേടിയ ആ കളിക്കാരന് ഇവനാണ്. ഹി ഈസ് ദ പ്ലെയർ ഹു സ്കോർഡ് 3 goals. ഓക്കെ. ഇനി അപ്പൊ എന്തായി? ഇവിടെ ഹു എന്ന് പറഞ്ഞാൽ യാ എന്നർത്ഥം അല്ലെ? നേടിയ എന്നാണ്. യാ എന്നായി. ഇനി അടുത്ത ഒരു പേടി മേടിക്കണം. അതാ പൂരി. ഹി ഈസ് എന്താണ്? അവനാണ് അല്ലെ? എന്ത്? എ ബോയ്. അപ്പൊ ഇത് ഒരുമിച്ച് പറയുമ്പോൾ എന്തായി? ഹി ഈസ് എ ബോയ്, അവനൊരു കുട്ടിയാണ്. ഹു ആയിട്ടില്ല. ഈസ് വെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അല്ലെ? കൈൻഡ് എന്ന് പറഞ്ഞാലോ ദയ. അപ്പോ ഹു ഈസ് വെരി കൈൻഡ് എന്ന് പറഞ്ഞാലോ വളരെ ദയുള്ള എന്നായി. ഓക്കെ. ഇൻ അവർ ഫാമിലി. അപ്പൊ എന്താ? ഞങ്ങളെ കുടുംബത്തിൽ. ഇൻ അവർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിൽ. അപ്പൊ എന്താ? ഞങ്ങളെ കുടുംബത്തിൽ വളരെ ദയുള്ള. ഇവിടെ ഹു എന്ന് പറഞ്ഞാൽ ഉള്ള. എന്താ ഒന്ന് പറയാം?
ഞങ്ങളെ കുടുംബത്തിൽ വളരെ ദയുള്ള ഒരു കുട്ടിയാണ് അവൻ. ഞങ്ങളെ കുടുംബത്തിൽ വളരെ ദയുള്ള ഒരു കുട്ടിയാണ് അവൻ എന്ന് പറയല്ലേ. ഹീ ഈസ് എ ബോയ് ഹൂ ഈസ് വെരി കൈൻഡ് ഇൻ അവർ ഫാമിലി. ഓക്കെ ആണല്ലോ. അപ്പം എന്താ ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ലാന്നായി. ഇനി അടുത്ത് നോക്കളി, തക്കണോളി, ഒരു കുഴപ്പമില്ല. ദാറ്റ് അത് ഈസ് ആകുന്നു, ദാറ്റ് ഈസ് മൈ അങ്കിൾ, അതെൻ്റെ അമ്മാവനാണ്, അല്ലെങ്കിൽ അതെൻ്റെ അമ്മാവനാകുന്നു അല്ലേ. ദാറ്റ് ഈസ് മൈ അങ്കിൾ, അതെൻ്റെ അമ്മാവനാണ്. ഹൂ ആയിട്ടില്ല. സോൾഡ്, നമുക്കറിയാം സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റു ആണല്ലോ അല്ലേ, വിറ്റു. അപ്പോൾ ഹൂ കൂടെ വന്നുകൊണ്ട് ആ ടു എന്നുള്ളതാക്കണം, ടാന്നാക്കണം. ഹൂ സോൾഡ്, വിറ്റാന്നായി അല്ലേ. ഹൂ സോൾഡ്, വിറ്റ. എന്ത്? എ കാർ, ഒരു കാറ് വിറ്റ. യെസ്റ്റർഡേ, ഇന്നലെ. അപ്പൊ ഇന്നലെ ഒരു കാറ് വിറ്റ, ഇന്നലെ ഒരു കാറ് വിറ്റ എൻ്റെ അമ്മാവനാണ് അത് എന്നായി. എന്താണ്? ഇന്നലെ ഒരു കാറ് വിറ്റ എൻ്റെ അമ്മാവനാണ് അത് എന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഓ എക്സ്ക്യൂസ് മീ, ഇന്നലെ ഒരു കാറ് വിറ്റില്ലേ, ഇന്നലെ ഒരു കാറ് വിറ്റ എൻ്റെ അമ്മാവനാണ് അത്. അപ്പൊ ഇവിടെ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഠ എന്നർത്ഥം, ഠ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഹൂ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന വേർഡുകളുണ്ടല്ലോ, അതാണ് തീരുമാനിക്കുന്നത് ഹൂവിൻ്റെ അർത്ഥം എന്താന്നുള്ളത്. വരും അടുത്ത്. ഇപ്പോഴും ചെറിയൊരു സംശയം ഉണ്ടല്ലേ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പോരി, ഞാൻ തീർക്കാം. നിങ്ങളുടെ കംപ്ലീറ്റ് സംശയങ്ങൾ ഇപ്പം ഞാൻ തീർക്കും. കണ്ടോളി. അടുത്താണ് ഇവിടെ ഷീ, അവൾ, ഈസ് ആണ്. ഷീ ഈസ്, അവളാണ്. ദ ആ ഗേൾ, പെൺകുട്ടി. അപ്പം ഷീ ഈസ് ദ ഗേൾ, അവളാണ് ആ പെൺകുട്ടി, അവളാണ് ആ പെൺകുട്ടി. ഏത്? ഹൂ ആയിട്ടില്ല. സോ എന്ന് പറഞ്ഞാണ് സോ, കണ്ടു അല്ലേ. എന്താണ്? സോ, കണ്ടു. അപ്പൊ ഹൂ കൂടെ വന്നുകൊണ്ട് എന്തായി? ഹൂ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാന്നായി. അണ്ടു എന്നുള്ള ഉണ്ടാക്കി കൊടുക്കും. എന്തായി? കണ്ട. എന്ത് കണ്ട? മീ, എന്നെ കണ്ട. എവിടെ? ഇൻ ദ പാർക്ക്. അപ്പൊ ഓക്കെ, എന്ത്? പാർക്കിൽ എന്നെ കണ്ട ആ പെൺകുട്ടി അവളാണ്. എടാ പറയും, ആരാണ് നിന്നെ കണ്ടത്? ഏത് പെൺകുട്ടിയാണ് നിന്നെ കണ്ടത്? അപ്പൊ പറയണം, ഷീ ഈസ് ദ ഗേൾ ഹൂ സോ മീ ഇൻ ദ പാർക്ക്. ഷീ ഈസ് ദ ഗേൾ ഹൂ സോ മീ ഇൻ ദ പാർക്ക്. പാർക്കിൽ എന്നെ കണ്ട. അപ്പൊ ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാന്ന് അർത്ഥം, ഉണ്ടാ അല്ലേ. എന്താണ്? പാർക്കിൽ എന്നെ കണ്ട ആ പെൺകുട്ടി അവളാണ്. എന്തെല്ലാം അർത്ഥല്ലേ. അപ്പോൾ ഹൂ എന്ന് പറയുന്ന വേർഡ് ശേഷം വരുന്ന വേർഡ് തീരുമാനിക്കും ഹൂവിൻ്റെ അർത്ഥം എന്താ. കേട്ടോളൂ അടുത്ത് ഒന്നും കൂടി ദ മാൻ, ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി. ഏത് എന്നാണ്? ദ മാൻ, ആ വ്യക്തി. ഏത് വ്യക്തി? കണ്ടോളി. ഹൂ ആയിട്ടില്ല. അതിന് ശേഷം ഹൂ ഡിഡ്. നമുക്കറിയാം ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു ആണല്ലോ. എന്താണ്? ചെയ്തു അല്ലേ. ഡു, ചെയ്യുക. ഡിഡ്, ചെയ്തു. അപ്പൊ ഹൂ വന്നുകൊണ്ട് എന്താക്കണം അറിയോ? ആ ചെയ്തു, ദു എന്നുള്ളത് ആക്കി കൊടുക്കുക, ദാന്നായി. അപ്പൊ എന്തായി? ചെയ്താന്നായി ആണല്ലോ. ചെയ്ത. എന്ത് ചെയ്ത? എവ്രിതിങ്, എല്ലാം ചെയ്ത. ഫോർ യു, നിനക്ക് വേണ്ടി. അപ്പൊ നിനക്ക് വേണ്ടി എല്ലാം ചെയ്ത അല്ലേ. നിനക്ക് വേണ്ടി എല്ലാം ചെയ്ത ആ മനുഷ്യൻ, നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ആ വ്യക്തി ആരെന്നറിയോ? ആ വ്യക്തി ഈസ് മൈ ബ്രദർ, അതെൻ്റെ ബ്രദറാണെന്ന് എന്ന് പറയാം. കണ്ടോളി. എന്താണ്? നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ആ വ്യക്തി എൻ്റെ ബ്രദർ ആകുന്നു എന്നാണ്. വേണ്ടോ? ഈസ് ആകുന്നു, മൈ എൻ്റെ, ബ്രദർ സഹോദരൻ. അപ്പൊ എന്തായി? നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ആ വ്യക്തി എൻ്റെ സഹോദരനാകുന്നു എന്നായി. സംശയമുണ്ടോ? പറയാം. ദ മാൻ ഹൂ ഡിഡ് എവ്രിതിങ് ഫോർ യു ഈസ് മൈ ബ്രദർ. നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ആ മനുഷ്യൻ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു നോക്കൂ. സിമ്പിൾ അല്ലേ? കിട്ടിയോ? കിട്ടിയാ ഓക്കെ. ഇനി വേണമെങ്കിൽ ഞാൻ ഒരു 2 ഉദാഹരണം കൂടി പറഞ്ഞു തരാം. കണ്ടോളി, 2 ഉദാഹരണം കൂടി. ഇനി നിങ്ങൾക്ക് ഉദാഹരണ ആവശ്യമില്ല, സംഭവം കളി കിട്ടി അല്ലേ, സംഭവം മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ സംഭവം. കണ്ടോളി. ദ ചൈൽഡ്, ആ ചൈൽഡ്, കുട്ടി. ആ കുട്ടി
എന്താണ് ആ കുട്ടി, ഏത് കുട്ടി? കണ്ടോളി, ഹൂ ക്രൈഡ്. നമുക്കറിയാം ക്രൈഡ്, ക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ക്രൈഡ് കരഞ്ഞു ആണല്ലോ, കരഞ്ഞു. അപ്പൊ ഹൂ വന്നോണ്ട് ആ ന്യൂ ഉണ്ടല്ലോ, ന്യൂ, ന്യൂ ഉള്ളത് എന്താക്കണം? ഞാക്കണം. അപ്പൊ എന്തായി? കരഞ്ഞാന്നായി. എന്താണ്? കരഞ്ഞ. അപ്പൊ ഇവിടെ ഹൂനർത്ഥം ഞാന്നായി. എന്തല്ലേ കരഞ്ഞ. എവിടെ നിന്നോ? ഇൻ ദ പാർക്ക്, പാർക്കിൽ. അപ്പൊ ഓക്കെ, എന്ത്? പാർക്കിൽ കരഞ്ഞാന്ന് അല്ലേ? പാർക്കിൽ കരഞ്ഞ ആ കുട്ടി, പാർക്കിൽ കരഞ്ഞ ആ കുട്ടി ഈസ് മൈ സൺ, എൻ്റെ മകനാകുന്നു. പാർക്കിൽ കരഞ്ഞ ആ കുട്ടി എൻ്റെ മകനാണ്. പാർക്കിൽ കരഞ്ഞ ആ കുട്ടി എൻ്റെ മകനാണ്. ഇതാ കണ്ടോളി, ക്രൈഡ് കരഞ്ഞു ആണല്ലോ. ഹു വന്നോടുന്നായി ആ ന്യൂ എന്നുള്ളത് ഞാക്കി. അപ്പൊ എന്തായി? കരഞ്ഞാന്നായി. ഇൻ ദ പാർക്ക്, പാർക്കിൽ കരഞ്ഞ ആ കുട്ടി എൻ്റെ മകനാണ്. ഈസ് നിന്ന് അല്ലേ? ആണെന്നല്ലേ? അപ്പൊ എന്തായി? പാർക്കിൽ കരഞ്ഞ ആ കുട്ടി എൻ്റെ മകനാണ്. ഇത്ര സിമ്പിളാണ്. ഇവിടെ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന്നായി, ഞാൻ. ഒരു എക്സാമ്പിൾ കൂടി, അതോടുകൂടി പെർഫെക്റ്റ്. ഷീ ഈസ്, അവളാണ്. എന്ത്? ദ ഗേൾ, പെൺകുട്ടി. എന്തായി? ഷീ ഈസ് ദ ഗേൾ, അവളാണ് ആ പെൺകുട്ടി, അവളാണ് ആ പെൺകുട്ടി. ഹൂ ആയിട്ടില്ല. ടച്ച്ഡ്, ടച്ച്ഡ് എന്ന് പറഞ്ഞാൽ തൊട്ടു എന്നല്ലേ അല്ലേ? എന്താണ്? തൊട്ടു ആണല്ലോ, തൊട്ടു. അപ്പൊ ഹൂ വന്നുകൊണ്ട് എന്തായി? ആ ടു എന്നുള്ളത് എന്താക്കണം? ഠ എന്നാക്കണം. അതെ, തൊട്ടാന്ന് അല്ലേ? എന്താണ്? തൊട്ട. എന്തൊട്ട? മൈ ബാഗ്. എൻ്റെ ബാഗ് തൊട്ട, എൻ്റെ ബാഗ് തൊട്ട ആ പെൺകുട്ടി അവളാണ്. പറയടാ, നിന്റെ ബാഗ് തൊട്ട ആരാണ്? എൻ്റെ ബാഗ് തൊട്ടത് പറയണം. ഷീ ഈസ് ദ ഗേൾ ഹു ടച്ച്ഡ് മൈ ബാഗ്. എൻ്റെ ബാഗ് തൊട്ട ആ പെൺകുട്ടി അവളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഹൂവിന്റെ ശരിക്കുള്ള പ്രയോഗം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് സ്വയം ഇതുപോലെയുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറയാണ്, ഇവനാണ് എന്നെ സഹായിച്ച വ്യക്തി, ഇവനാണ് എന്നെ സഹായിച്ച വ്യക്തി. എങ്ങനെ പറയാം? ഹീ ഈസ് ദ മാൻ ഹൂ ഹെൽപ്ഡ് മീ അല്ലേ? ഹീ ഈസ് ദ മാൻ ഹൂ ഹെൽപ്ഡ് മീ. അടുത്തൊരു എക്സാമ്പിൾ പറയാണ്, എൻ്റെ കാറ് വാങ്ങിയ വ്യക്തി ഇവനാണ്, എൻ്റെ കാറ് വാങ്ങിയ വ്യക്തി ഇവനാണ്. എങ്ങനെ പറയാം? ഹീ ഈസ് ദ മാൻ ഹൂ ബോട്ട് മൈ കാർ. ഹീ ഈസ് ദ മാൻ ഹൂ ബോട്ട് മൈ കാർ. ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഒരുപാട് സെൻറ്റൻസുകൾ സ്വയം ഉണ്ടാക്കാൻ കഴിയും, ഉറപ്പാണ്. താങ്ക് യു എവരിവൺ.